ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ നമ്മുടെ DVLയുടെ ഏറ്റവും പുതിയ MOTയുടെ കുറച്ച് ഗൈഡ് ലൈൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. MOTയുടെ ഗൈഡ് ലൈൻസ് മാത്രമല്ല, DVLയുടെ ചില പുതിയ വാർത്തകളുടെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ. കാലാവസ്ഥ അത്ര അനുകൂലമല്ല, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് വണ്ടിക്കകത്ത് കയറി നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമാണ്. നല്ല കാറ്റും തണുപ്പും മഴയും ഒക്കെ ഒരേപോലെ വന്ന് പെയ്യുകയാണ്. എന്തായാലും നമ്മൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഈ 2025 എന്ന് പറയുന്ന വർഷം DVL ഒരുപാട് മാറ്റങ്ങളാണ് റോഡ് സേഫ്റ്റിയിലും MOT മേഖലയിലൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. ഏകദേശം 90 മില്യൺ പൗണ്ട്സിൻ്റെ റോഡ് സേഫ്റ്റി മാറ്റങ്ങൾ, അത് പുതിയ റോഡുകളായിട്ട് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആയിട്ടൊക്കെ ഈ ഗവൺമെൻറ് ഈ 2025 വർഷം തന്നെ പദ്ധതി ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വർഷമാണ്. ഒരുപാട് പുതിയ പദ്ധതികളും അതുപോലെ ഒരുപാട് DVLയുടെ തന്നെ ഈ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ വാർത്തകൾ ഇതിന് ഏറ്റവും അവസാനം പറയാൻ പോകുന്ന കാര്യമാണ് MOTക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ. സോ എല്ലാവരും വീഡിയോ ആദ്യം അവസാനം പറയാൻ കാണുക. അപ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് AI ക്യാമറയുടെ വരവാണ്. അതായത് ഇപ്പം നമുക്കറിയാം ഒരുപാട് ക്യാമറകൾ പലയിടത്തും ഉണ്ടെങ്കിലും പലതും പല വേറെ വിഷയങ്ങളൊന്നും അതിന് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വെസ്റ്റ് മിഡ്ലാൻഡ് പോലെ പ്രദേശങ്ങളിലും വേറെ ചില പ്രദേശങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്യാമറ സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വാഹനങ്ങൾ കയറാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ടല്ലോ, റോഡിൻ്റെ പേയ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ വാഹനങ്ങളൊക്കെ പലയിടത്തും കയറ്റുന്നുണ്ട് ആൾക്കാർ, അതൊക്കെ പിടിക്കും. പിന്നെ അതുപോലെ തന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നർക്കോട്ടിക്സ് യൂസ് ചെയ്ത ഡ്രൈവ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തും ശരീരത്തിനും ഉണ്ടാകുന്ന കൊച്ചു മാറ്റങ്ങൾ AI ക്യാമറ പിടിച്ചെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് വെച്ച് അവരൊരു സസ്പെക്റ്റായിട്ട് ആ വണ്ടിയുടെ ലൊക്കേഷനും സ്പീഡും ഒക്കെ അടുത്തുള്ള പോലീസുകാരിലേക്ക് കൈമാറുകയും അവരിവരെ പെട്ടെന്ന് തന്നെ പിടിച്ച് ഈ പറയുന്ന AI ക്യാമറ പറഞ്ഞ് ശരിയാണോ നോക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഈ വരും ദിവസങ്ങളിൽ വരും എന്നാണ് ഉള്ളത്. UK ഡ്രൈവിങ്ങിലെ വേറെ പ്രധാനപ്പെട്ട വിഷയമാണ് ഡാസ്ലിംഗ് ഹെഡ്ലൈറ്റുകൾ. അതായത് 90% ഡ്രൈവർമാരുകളെയും, അതായത് അവർ കുറച്ച് സർവേ നടത്തി അതിനകത്ത് 90% ഡ്രൈവർമാരും പറയുന്നത് ഈ രാത്രി കാലങ്ങളിൽ ചില വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം തൊട്ട് ഇത് ആക്ച്വലി ഒരു റെക്കമെൻഡേഷനാണ്. ഇതെന്തുമാത്രം പ്രാവർത്തികമാകുമെന്ന് ഗവൺമെൻറ് തന്നെ അറിയത്തില്ല. അവർ പറയുന്നത് വാഹനങ്ങൾ ഇറക്കുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് കൊടുക്കുക, അതായത് ചില സ്റ്റാൻഡേർഡ് നിയമങ്ങൾ, അത് ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ, ഈ വിൻസ്ക്രീൻ്റെ കാര്യത്തിൽ, അങ്ങനെയൊക്കെ ചില സ്റ്റാൻഡേർഡ് നിയമങ്ങൾ അവർക്ക് കൊടുത്ത് അങ്ങനെ ഇറക്കാമെന്നാണ് പറയുന്നത്. ഇത് പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമുക്കും അറിയാം. അതുകൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് നോക്കാം ഈ പറയുന്ന ഹെഡ്ലൈറ്റിൻ്റെ വിഷയത്തിൽ എന്ത് കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. ഇനിയും പറയാനുള്ള കാര്യമാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന MOT ചെക്ക്. അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് 2022 ഒരു അഭിപ്രായം വന്നായിരുന്നു, ഇത് ഇങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്നതിന് പകരം 2 വർഷം കൂടുമ്പോൾ ഇത് ചെയ്യാം എന്ന് ഒരു അഭിപ്രായം വന്നായിരുന്നു. പക്ഷേ അന്ന് നടത്തിയ സർവേയിലും അതൊരു നല്ല കാര്യമല്ല. കാരണം ഒരുപാട് നിലവാരമില്ലാത്ത വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങും എന്നൊരു ചിന്ത വന്നതുകൊണ്ട് അവർ ആ ഒരു റെക്കമെൻഡേഷനിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ MOT ചെയ്യണം. എല്ലാ വർഷവും വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് കാണിച്ച് അവരെ ചെക്ക് ചെയ്ത് ഫെയിലോ പാസ്സൊക്കെ ആക്കും. അതിനകത്ത് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെർമിനോളജി ഞാൻ ഇതെല്ലാം പരിശോധിച്ചപ്പോൾ കേട്ടതാണ്. അതായത് ഗോസ്റ്റ് MOT. അതായത് MOT നിലവാരമില്ലാത്ത വണ്ടികൾ, അല്ലെങ്കിൽ MOTയുടെ ചെക്ക് നിലവാരമില്ലാത്ത ഫ്രോഡ് MOTs, ചുരുക്കത്തിൽ പറയാം, വളരെ ഫ്രോഡ് MOT, കള്ള MOTകൾ. അപ്പോൾ ഒരുപാട് കള്ള MOTകൾ ഇറങ്ങുന്നുണ്ട് ഒരു വർഷം. അപ്പോൾ അതെല്ലാം നമ്മുടെ UKയിലെ റോഡ് സേഫ്റ്റിയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ ഇറങ്ങുന്ന എല്ലാ MOTകളിനകത്തും ഈ ഫ്രോഡ് ആയിട്ടുള്ള MOTകൾ ഇറങ്ങുന്നതിനകത്തെല്ലാം 80% വിഷയങ്ങളിൽ വാഹനം വർക്ക്ഷോപ്പിൽ എത്തിയിട്ടില്ല എന്നാണ്. വാഹനം വർക്ക്ഷോപ്പിൽ പോലും എത്താതെ കള്ള MOTകൾ ഇഷ്യൂ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്താനായിട്ടാണ് DVLയും ഈ പറയുന്ന ഗ്യാരേജുകൾ തമ്മിലുള്ള ഒരു പുതിയ എഗ്രിമെൻ്റ് പ്രകാരം ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ അംഗീകാരമുള്ള ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന AI ക്യാമറകൾ ഈ ഗ്യാരേജുകൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, ബാക്ക് ഭാഗം, നമ്പറൊക്കെ വിസിബിൾ ആവുന്ന ഭാഗം, ഇതെല്ലാം ക്യാപ്ചർ ചെയ്യണം ഇനി മുതൽ. അത് മിക്കവാറും ഒരു ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്.
അപ്പോൾ വാഹനത്തിൻ്റെ അവരിത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ജനങ്ങളുടെ മേൽ യാതൊരു എക്സ്ട്രാ ബർഡനും ഇടാൻ ആഗ്രഹിക്കുന്നില്ല. അവരാകെ ആഗ്രഹിക്കുന്നത് ഈ ഫ്രോഡ് എമോറ്റീസ് അല്ലെങ്കിൽ ഗോസ്റ്റ് എമോറ്റീസ് ഒഴിവാക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന 80%, അത് ഈ 100% ഈ ഫ്രോഡ് എമോറ്റിക്കകത്ത് 80% വാഹനം ഗ്യാരേജിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വാഹനം ഗ്യാരേജിലെത്തി അതിൻ്റെ ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ ഫോട്ടോ എടുത്ത് അതും ഈ എമോറ്റിയുടെ വെബ്സൈറ്റിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് DVLAക്കാർക്കും വേണമെങ്കിൽ ഈ വാഹനത്തെ ഈ ഫോട്ടോയിലൂടെ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നേരിട്ടും പരിശോധിക്കാവുന്നതാണ്. സോ അതായിരുന്നു ഏറ്റവും പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ. നമുക്കറിയാം റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണ് DVLA. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ പോയപ്പോൾ 2 ലൈനിലുള്ള ഒരു ലൈൻ അടച്ചിട്ടേക്കാണ്. പക്ഷേ ഒരു ലൈൻ അടച്ചിട്ടേക്കുന്നത് വളരെ ദീർഘദൂരം നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു ലൈറ്റൊക്കെ സ്ഥാപിച്ച് ഒരു ആരോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ നേരത്തെ വരുന്നവരെ അറിയിക്കാൻ വേണ്ടി അവിടെ ഒരു റോഡ് പണി അടക്കുകയാണ്, നമ്മൾ കീപ്പ് ലെഫ്റ്റ് എന്നുള്ള കാര്യം. ശരിക്കും ഇതൊക്കെ വളരെ മാതൃകാപരമാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് രാജ്യത്തിൻ്റെ റോഡ് സേഫ്റ്റിയൊക്കെ അവർ ചെയ്യുമ്പം പൗരന്മാരെന്ന നിലയിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നവരെന്ന നിലയിൽ നമ്മളുടെ ബേസിക് ഉത്തരവാദിത്തമാണ് ഫ്രോഡ് പണിയൊന്നും കാണിക്കാതെ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. സോ അത് ഒരു ഉപദേശമായിട്ടൊന്നും കാണണ്ട, ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ പറയാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് എമോറ്റിക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ക്യാമറ സ്ഥാപിക്കാൻ പോവുകയാണ് ഗ്യാരേജുകളിലൊക്കെ. അത് ഞാൻ പറഞ്ഞ പോലെ 90 മില്യൺ പൗണ്ടിൻ്റെ മറ്റ് അറ്റകുറ്റപ്പണികൾ, നാട്ടിൽ പറഞ്ഞ അറ്റകുറ്റ പണികളൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ റോഡുകൾ വരും, പുതിയ പല സംവിധാനങ്ങളും വരും. AI ക്യാമറയുടെ വരവ് ഭയങ്കരമായിരിക്കും. ട്രങ്ക് ഡ്രൈവിങ്, നമ്മുടെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഡ്രൈവിങ്, നമ്മുടെ കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഉപയോഗിച്ചുള്ള ഡ്രൈവിങ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മുഖത്തിനൊക്കെ വരാൻ പോകുന്ന ചെറിയ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറ്റങ്ങളൊക്കെ AI ക്യാമറ പിടിച്ചെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവൻ വണ്ടി ഓടിച്ചാൽ മാത്രം മതി, വേറെ പരിപാടിക്കൊന്നും പോകണ്ട എന്നാണ് എല്ലാ രാജ്യത്തെയും ഡ്രൈവിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. നല്ല വീഡിയോകളൊക്കെ തുടർന്ന് വരും. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സോ ബൈ.